ചട്നീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 തക്കാളി. ഈ മുകളിൽ നിന്ന് ഇതിൻ്റെ ഇതില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടേക്കാണ്. കാരണം ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. മോമോസ് ചട്നി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. മോമോസ് ചട്നി ഉണ്ടാക്കാൻ ഒരുപാട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ആദ്യം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നു ഒരു 4 എരിവുള്ള മുളക്, ഒരു കശ്മീരി ചില്ലി കളറിന് വേണ്ടി. ഇത് ഓപ്ഷണലാണ് ചേർക്കുന്നത്. മോമോസ് ചട്നിക്ക് ഭയങ്കര എരിവായിരിക്കും. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചട്നിയാണ് മോമോസ് ചട്നി. അപ്പം നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് ഈ എരിവുള്ള മുളക് കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒത്തിരി എരിവ് കഴിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് ഒരു 4 മുളക് എരിവുള്ളതും 1 മുളക് കളറിന് വേണ്ടി കശ്മീരി ചില്ലി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇവിടെ നമ്മളുടെ ടൊമാറ്ററും മുളകും ഒരു 7 മിനിറ്റ് ഞാൻ ബോയിൽ ചെയ്തു. ഒരു 7-8 മിനിറ്റ്. ഇതേണ്ടേ ടൊമാറ്ററിൻ്റെ പുറത്തെ പൊളി ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. തണുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മളുടെ മോമോസ് ചട്നി അരച്ചെടുക്കാം. ഒരു മിക്സിയിലോട്ട് എടുക്കുക. ഈ ടൊമാറ്ററിൻ്റെ പുറത്തുള്ള സ്കിന്ന് ഇതേണ്ട ഇളകി പോയിട്ടുണ്ട്. അത് ഇളകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് കളയുക. ഇതുപോലെ അതെടുത്ത് കളയണം. സ്കിന്നോടിട്ട് അരയ്ക്കരുത്. അപ്പോൾ ഈ സ്കിന്നെല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം കുറേയേറെ ചട്നി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് യൂസ് ചെയ്യാം. അപ്പം മുളക് ആഡ് ചെയ്യുക. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കിടക്കുവാണ്. അതിലോട്ട് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ വേണ്ട, ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഓക്കെ, റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റിഫൈൻഡ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. കാരണം ചട്നിക്കൊക്കെ നമ്മൾ ഈ ചൈനീസ് ചട്നി അല്ലേ, അപ്പോൾ അതിൽ സ്മെല്ലുള്ള ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1 ടീസ്പൂൺ ഗാർലിക്, 1 ടീസ്പൂൺ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്യാൻ അനുവദിക്കുക. ഒന്ന് സോട്ടേ ചെയ്യുക നല്ലതുപോലെ. ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഒരു 1/2 ടീസ്പൂൺ സോയ സോസ്, ബ്ലാക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട. 1/2 ടീസ്പൂൺ വിനെഗർ, ഒരുപാട് വേണ്ട. വിനെഗർ ഒന്നും കൂടിപ്പോകരുത്. നിങ്ങൾക്ക് ഒത്തിരി പുളി വേണമെന്നുണ്ടെങ്കിൽ വിനെഗർ ആഡ് ചെയ്യുക. ഒരു 1 ടീസ്പൂൺ ഷുഗർ, ലിറ്റിൽ ബിറ്റ് ഉപ്പ്, സോൾട്ട്. ഒരുപാട് വേണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റും പോയി കളയും കേട്ടോ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ഞാനിത് അരച്ചിരിക്കുന്നത് അങ്ങ് ഒത്തിരി ഫൈൻ പേസ്റ്റ് ആക്കിയില്ല. നമ്മൾ മോമോസൊക്കെ മാർക്കറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ആ ചട്നി നമ്മൾ കണ്ടിട്ടുണ്ട്, കുറച്ച് റഫ് ആയിട്ടായിരിക്കും അരച്ചിരിക്കുന്നത്. അങ്ങ് ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ഫൈൻ പേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. കളി നല്ലപോലെ അരിഞ്ഞു. മുളക് ഒരൽപ്പം ഇതാക്കിയിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ഒരൽപ്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് ലൂസ് ആക്കരുത്. എന്നാൽ ചട്നിക്ക് നമുക്ക് ഒരൽപ്പം തിക്നെസ് ഒന്ന് കുറയ്ക്കണം. ഒരുപാട് അങ്ങ് ലൂസ് ആക്കരുത്. ഈ ഒരു തിക്നെസ്സിലാണിപ്പം ഞാൻ വെക്കാൻ പോകുന്നത്. നമ്മളുടെ സോസിൻ്റെയൊക്കെ തിക്നെസ്സിൽ. ഒത്തിരി ലൂസ് ആക്കണ്ട, ഈ ഒരു തിക്നെസ്സിൽ. ഓക്കെ,
ഇതൊന്ന് തിളച്ച് വരണം. ഒരുപാട് നേരം തിളപ്പിക്കുകയൊന്നും വേണ്ട. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഓയിലൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിന് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ജാറിലോട്ടൊക്കെ സ്റ്റോർ ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ മോമോ ചട്നി നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞ് ജാറുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 4 ദിവസമൊക്കെ കേടുകൂടാതെ ഇത് ഫ്രിഡ്ജിലിരിക്കും. നമ്മൾക്ക് എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും മോമോസ് മാത്രമല്ല മറ്റ് സ്നാക്സിൻ്റെയും കൂടെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ബോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. നമ്മളുടെ മോമോ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി പീസി ആയിട്ടുള്ള നമ്മളുടെ ഈ മോമോ ചട്നി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഫ്രണ്ട്സ്, ഹോപ്പ് എവരിവൺ ലൈക്സ് ടുഡേസ് very tasty and delicious easy momo chutney. Thank you so much for watching. Keep watching, keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും. മറക്കാതെ അത് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻസ്, കമൻസ്, വ്യൂസ് ആണ് ആവശ്യം. പല ഫ്രണ്ട്സും കമൻസ് ചെയ്യാറില്ല, വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും റിക്വസ്റ്റാണ്, പ്ലീസ് നിങ്ങളുടെ റിവ്യൂസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ തരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. അപ്പോൾ മോമോസ് റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അത് രണ്ടും ഒന്നിച്ച് ചെയ്യാതിരുന്നത് വീഡിയോ ലെങ്തായി പോവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മോമോസ് റെസിപ്പി കണ്ടിട്ടില്ലാത്തവർക്ക് മോമോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു. പുറത്തുനിന്ന് വാങ്ങുന്നത് ഇത് ചട്നി ശരിക്കും പുറത്തുനിന്ന് നമ്മൾ കഴിക്കണ അതേ മോമോസ് ചട്നിയുടെ ടേസ്റ്റ്. ഇറ്റ്സ് ടു സ്പൈസി. മോമോസ് ചട്നി കുറച്ച് സ്പൈസിയും ലിറ്റിൽ ബിറ്റ് പുളിപ്പും ഒരു സ്വല്പം മധുരം കൂടെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. സോ യമ്മി.